അതിസമ്പന്ന രാജ്യമായ സ്വീഡൻ ആദ്യകാലത്ത് മുസ്ലിങ്ങളെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ അടുത്ത കാലത്തായി നടത്തിയ പല അഭിപ്രായ വോട്ടെടുപ്പുകളിലും സ്വീഡനിലെ ജനങ്ങൾക്ക് മുസ്ലിങ്ങളോട് എതിർപ്പുള്ളതായി കാണുന്നു. എങ്കിലും ഇപ്പോൾ നിലവിൽ സ്വീഡനിലുള്ള 8 ലക്ഷത്തോളം മുസ്ലിങ്ങൾക്ക് അവിടെ യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളുമില്ല. അതിസമ്പന്ന രാജ്യമായതുകൊണ്ട് നാട്ടുകാരുമായി വലിയ ലോകത്തിലല്ലെങ്കിലും ഇവിടെ തന്നെ ജോലി ചെയ്യുവാനാണ് മുസ്ലിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. സ്വീഡൻ ഇപ്പോൾ ഭരിക്കുന്ന മോഡറേറ്റ് പാർട്ടി ലിബറലായ ആശയങ്ങളെ പിന്തുണക്കുന്നവരാണെങ്കിലും കുടിയേറ്റക്കാർ സ്വീഡിഷ് ഭാഷ പഠിക്കണമെന്ന് നിർബന്ധമുള്ളവരാണ്. എന്നാൽ ഇവിടെയുള്ള കുടിയേറ്റക്കാർ കൂടുതലും അറബിക് ഭാഷ സംസാരിക്കുന്നവരാണ്. അവർക്ക് സ്വീഡിഷ് ഭാഷ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റണമെന്നില്ല. അവർക്കതിൽ താല്പര്യമുണ്ടാകണമെന്നും ഇല്ല. സ്വീഡനിലുള്ള മുസ്ലിങ്ങളിൽ 66% നിരീശ്വരവാദികളും 33% പള്ളിയിൽ പോകുന്നവരുമാണ്. വലിയ എണ്ണം മുസ്ലിങ്ങൾ സ്വീഡനിലേക്ക് കുടിയേറിയപ്പോൾ മറ്റ് അയൽരാജ്യങ്ങൾ ഈ രാജ്യത്തെ സംസ്കാരത്തെ അത് ബാധിക്കുമെന്ന് മുന്നറിയിപ്പ് കൊടുത്തെങ്കിലും സ്വീഡൻകാർ വർഗീയമായി കാര്യങ്ങൾ കാണുന്ന സ്വഭാവക്കാരല്ലാത്തതുകൊണ്ട് അതിന് വലിയ പ്രാധാന്യം കൊടുത്തില്ല. എന്ന് മാത്രമല്ല, മുസ്ലിങ്ങളുടെ സംസ്കാരത്തെ ബഹുമാനിക്കാൻ വേണ്ടി 2 ഭാര്യയുള്ളവർക്ക് 2 വീട് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് കൂടുതൽ ആളുകളെ ആകർഷിക്കുവാനായിരുന്നു സ്വീഡൻ ആദ്യകാലം ശ്രമിച്ചിരുന്നത്. എങ്കിലും മുസ്ലിങ്ങൾ ഇവിടെ സ്ഥിരതാമസമാക്കിയതോടുകൂടി മുസ്ലിങ്ങളുടെ സംസ്കാരവും ജീവിതശൈലിയും യൂറോപ്യൻ ജീവിതശൈലിയുമായി പൊരുത്തപ്പെടുന്നില്ല എന്ന് നാട്ടുകാർക്ക് അഭിപ്രായമുണ്ടായി. ഗോത്തൻബർഗ് സർവകലാശാല നടത്തിയ ഒരു അഭിപ്രായ സർവേയിൽ പകുതിയോളം സ്വീഡൻകാരും മുസ്ലിങ്ങളെക്കുറിച്ച് നെഗറ്റീവായ അഭിപ്രായമാണ് പറഞ്ഞത്. അതേസമയം ക്രിസ്തുമതത്തെപ്പറ്റി അവർക്ക് മോശമായ അഭിപ്രായം ഉണ്ടായിരുന്നില്ല. അതിന് കാരണം മദ്യപാനവും മയക്കുമരുന്ന് ഉപയോഗവും നിറഞ്ഞ കുത്തഴിഞ്ഞ ജീവിത രീതിയോട് ക്രിസ്ത്യൻ ചർച്ചുകളിലെ പുരോഹിതന്മാർ ശക്തമായ എതിർപ്പ് കാണിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. മുസ്ലിങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ താമസിക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ 55% സ്വീഡൻകാരും പറഞ്ഞത് അത്തരം ഏരിയകളിൽ കുറ്റകൃത്യങ്ങൾ കൂടുതലാണെന്നും അവിടെ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുമാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ദരിദ്രർ താമസിക്കുന്ന പ്രദേശങ്ങളിൽ പൊതുവെ കുറ്റകൃത്യങ്ങൾ കൂടുതലാണ്. കേരളത്തിലെ പോലെ പണക്കാർ കള്ളക്കടത്തുകാരും പാവപ്പെട്ടവർ സത്യസന്ധരും എന്ന അവസ്ഥ യൂറോപ്പിലില്ല. മറ്റൊരു അഭിപ്രായ സർവേയിൽ 84% സ്വീഡൻകാരും ഹിജാബ് തങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് അഭിപ്രായപ്പെടുകയുണ്ടായി. അതുപോലെ മുസ്ലിങ്ങൾ ലൗഡ് സ്പീക്കർ ഉപയോഗിച്ച് ബാങ്ക് കൊടുക്കുന്നത് സ്വീഡൻകാർക്ക് ഇഷ്ടമല്ലെന്ന് അഭിപ്രായ വോട്ടെടുപ്പുകളിൽ പ്രകടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മുസ്ലിങ്ങൾ മുഖ്യധാരയുമായി യോജിച്ചു പോകാത്തത് ഒരു സാമൂഹ്യ പ്രശ്നമാണെന്ന് സ്വീഡിഷ് ജനസംഖ്യാ ശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. മിക്കവാറും എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യുവാൻ സ്വീഡൻകാർ തയ്യാറാണെങ്കിലും മുസ്ലിങ്ങൾക്ക് LGBT-കാരോടുള്ള സമീപനവും മദ്യപിക്കാത്ത സ്വഭാവവും അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മദ്യം ഉപയോഗിക്കുക എന്നുള്ളത് യൂറോപ്യൻ സംസ്കാരത്തിൻ്റെ അടിസ്ഥാന ശിലകളിലൊന്നായതുകൊണ്ട് മദ്യപിക്കാത്ത ആളുകൾക്ക് യൂറോപ്യൻസുമായി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുവാൻ പ്രയാസമായിരിക്കും. സ്വീഡനിൽ ആയിരക്കണക്കിന് ഇസ്ലാമിക തീവ്രവാദികളുണ്ടെന്ന് പോലീസ് ചീഫ് തന്നെ ഒരു പത്രസമ്മേളനത്തിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അവരെയൊന്നും പുറത്താക്കുവാൻ സ്വീഡന് യാതൊരു ഉദ്ദേശവുമില്ല. ശക്തമായ നിയമങ്ങളും കോടതികളുമുള്ള ഒരു രാജ്യമായതുകൊണ്ട് അത്തരത്തിലുള്ള കടുത്ത നടപടികൾ ഗവൺമെന്റിന് എടുക്കുവാൻ പറ്റുകയില്ല. എന്ന് മാത്രമല്ല, മുസ്ലിങ്ങളെക്കുറിച്ച് 2 പ്രാവശ്യം മാത്രമേ ഗുരുതരമായ ആരോപണങ്ങൾ സ്വീഡനിൽ ഉണ്ടായിട്ടുള്ളൂ. 6 വർഷം മുമ്പ് ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് വന്ന ഒരു കുടിയേറ്റക്കാരൻ വീട്ടിൽ വെച്ച് ബോംബുണ്ടാക്കുന്നതായി പോലീസ് കണ്ടെത്തി. അദ്ദേഹത്തെ 7 വർഷത്തെ തടവിന് ശിക്ഷിച്ചു. തടവ് ശിക്ഷ പൂർത്തിയാകുമ്പോൾ ഉസ്ബെക്കിസ്ഥാനിലേക്ക് തിരിച്ചയക്കുവാനും തീരുമാനിച്ചു. അതുപോലെ 16 വർഷം മുമ്പ് മാൽമോ നഗരത്തിലെ ഒരു മുസ്ലിം പള്ളിയുടെ വാടക കരാർ പുതുക്കി നൽകാൻ കെട്ടിടമുടമ സമ്മതിക്കാതിരുന്നപ്പോൾ മുസ്ലിങ്ങൾ പള്ളി കയ്യേറുകയും അത് ഒഴിപ്പിക്കാൻ വന്ന പോലീസിനെ ആക്രമിക്കുകയും ചെയ്തു. എങ്കിലും ഈ സംഭവം ഒതുക്കി തീർക്കുവാൻ സ്വീഡിഷ് പോലീസിന് സാധിച്ചു. ഇസ്ലാമിക് കൾച്ചറൽ ഫോറം എന്ന സംഘടനയുടെ മധ്യസ്ഥതയിൽ മുസ്ലിങ്ങൾ കീഴടങ്ങുകയും സമാധാനപരമായി പിരിഞ്ഞു പോവുകയും ചെയ്തു. അതുപോലെ മുസ്ലിങ്ങൾക്കെതിരായ ആക്രമണങ്ങളും സ്വീഡനിൽ ചെറിയ തോതിൽ നടക്കുന്നുണ്ട്. 7 വർഷം മുമ്പ് ജാർഫല്ല നഗരത്തിലെ ഒരു ഷിയാ പള്ളി ആക്രമിക്കപ്പെടുകയും തീവച്ച് നശിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. അതുപോലെ 20 വർഷം മുമ്പ് പ്രസിദ്ധമായ മാൽമോ പള്ളിക്ക് തീവ്ര വലതുപക്ഷക്കാർ തീവച്ചു. പള്ളിയോട് ചേർന്നുള്ള ഇസ്ലാമിക് സെന്ററും തീവച്ച് നശിപ്പിക്കപ്പെട്ടു. 2 വർഷം കഴിഞ്ഞ് ഇതേ പള്ളി തന്നെ വീണ്ടും തീവച്ച് നശിപ്പിക്കാനുള്ള ഒരു ശ്രമം തീവ്ര വലതുപക്ഷക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായി. സ്വീഡിഷ് ടെലിവിഷൻ കമ്പനിയായ TV4 മുസ്ലിങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ സദാചാര പോലീസിന്റെ ശല്യമുണ്ടെന്ന് പരാതിപ്പെടുന്നുണ്ട്. ഇറക്കം കുറഞ്ഞ പാവാടയിടുന്ന പെൺകുട്ടികളെയും പുരുഷന്മാരില്ലാതെ ഒറ്റയ്ക്ക് ഷോപ്പിങ്ങിന് പോകുന്ന സ്ത്രീകളെയും ഗുണദോഷിക്കുന്ന സ്വഭാവം ഈ സദാചാര പോലീസുകാർക്കുണ്ടെന്ന് TV4ന്റെ രഹസ്യാന്വേഷണത്തിൽ വെളിവായി.
സ്വീഡനിലെ മുസ്ലിങ്ങൾക്ക് പള്ളികൾ എടുക്കുവാനും മദ്രസകൾ സ്ഥാപിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. സൗദി അറേബ്യയുടെയും ലിബിയയുടെയും സഹായത്തോടു കൂടിയാണ് കൂടുതൽ പള്ളികളും ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. 4000-ഓളം സ്വീഡൻകാരെ മുസ്ലിങ്ങൾ മതം മാറ്റിയിട്ടുണ്ട്. എങ്കിലും മതങ്ങൾ അത്ര പ്രധാനപ്പെട്ട കാര്യമാണെന്ന് സ്വീഡൻകാർ വിശ്വസിക്കാത്തത് കൊണ്ട് മതം മാറ്റത്തിൽ ഇവിടെ പ്രത്യേകിച്ച് എതിർപ്പുകളൊന്നുമില്ല. ജനങ്ങളെ മുസ്ലിങ്ങളെന്നും ക്രിസ്ത്യാനികളെന്നും വേർതിരിക്കുന്ന സ്വഭാവം സ്വീഡൻകാർക്ക് തീരെയില്ല. ജനങ്ങൾ ഒന്നുകിൽ ഇടതുപക്ഷം, അല്ലെങ്കിൽ വലതുപക്ഷം, അല്ലെങ്കിൽ തീവ്ര വലതുപക്ഷം എന്നിങ്ങനെയാണ് വേർതിരിക്കാറുള്ളത്. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും ഇതുപോലെ തന്നെയാണ്. സ്വീഡനിലെ ഒറിബ്രോ നഗരത്തിലെ അൽ സലാം സ്കൂളിന് ഓരോ മാസവും 2 ലക്ഷം സ്വീഡിഷ് ക്രൗൺ സൗദി അറേബ്യയുടെ ധനസഹായം ലഭിക്കുന്നുണ്ട്. ഈ സ്കൂൾ തീവ്രവാദം പഠിപ്പിക്കുന്നുവെന്ന് സ്വീഡൻകാർ വിശ്വസിക്കുന്നു. ഈ സ്കൂളിൽ സംഗീതം നിരോധിക്കുകയും ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വേറെ വേറെ മുറികളിലിരുത്തി പഠിപ്പിക്കുകയും ചെയ്യുന്നത് സ്വീഡൻകാരിൽ എതിർപ്പുണ്ടാക്കിയിട്ടുണ്ട്. സ്വീഡനിലെ ദേശീയ സിലബസിന് പുറമെ ആഴ്ചയിൽ 10 മണിക്കൂർ ഇസ്ലാം മതത്തെക്കുറിച്ചും അറബിക് ഭാഷയെക്കുറിച്ചും പഠിപ്പിക്കുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരത്തെ ബാധിക്കുന്നുവെന്ന് അധികാരികൾ കണ്ടെത്തി. അതിനെ തുടർന്ന് 5 ലക്ഷം സ്വീഡിഷ് ക്രൗൺ ഈ സ്കൂളിന് പിഴയിടുകയുണ്ടായി.